ഒരു ഉണർത്തൽ മാത്രമാണ്, ഒരു തംബീഹ് മാത്രമാണ്, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. സയ്യിദ് അവറുകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റു വിധേനയോ പരസ്യം ചെയ്യേണ്ടതില്ല. നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ അന്തരങ്ങളിൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഇവിടെ ഒരുമിച്ച് കൂടിയത്, ആരുടെ വിളി കേട്ടാണോ ഇവിടെ ഒരുമിച്ച് കൂടിയത്, ആ മഹൽ വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. ഇത് ഏതെങ്കിലും ആക്ഷേപവാക്കുകളെ കൊണ്ട്, ഏതെങ്കിലും യൂട്യൂബർമാരുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നതല്ല. അങ്ങകല മദീനയിൽ നിന്ന് ബദറിന്റെ രണാങ്കണത്തിലേക്ക് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അൻസാറുകളെ വിളിക്കുന്നു, അല്ലയോ മദീനക്കാരെ, ബദറിലേക്ക് യാത്ര ചെയ്യുകയാണ്, ശത്രുക്കളുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി മുന്നിട്ട് വരികയാണ്. നിങ്ങൾ എനിക്ക് മദീനയിലാണ് അഭയം നൽകിയത്, മദീനയിലാണ് എന്റെ സംരക്ഷണം നിങ്ങൾ ഏറ്റെടുത്തത്. പക്ഷേ ബദർ മദീനക്കപ്പുറത്താണ്. നിങ്ങളോട് യുദ്ധത്തിന് വരണമെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ കൽപ്പിക്കുന്നില്ല. എന്റെ കൂടെ മക്ക വിട്ടു വന്ന മുഹാജിറുകളായ സ്വഹാബത്തുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കിഷ്ടം പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് അൻസാറുകളായ സ്വഹാബത്തിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒന്ന് മുശാവറ ചെയ്യാണ്. ഈ മുശാവറ ചെയ്യുമ്പോ അള്ളാന്റെ റസൂലിനോട് അൻസാറുകൾ പറയാണ്, അല്ലയോ ഹബീബേ, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങള് നിങ്ങളെ മാത്രം സ്നേഹിച്ചു എന്നറിയുമോ? ഞങ്ങൾ ഒരിക്കലും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ ചെയ്തതുപോലെ ഞങ്ങൾ നിങ്ങളെ ചതിക്കില്ല റസൂലേ. കാരണം മൂസാ നബി ധിക്കാരിയായ ഫിർഔന് അവരുടെ പുറകെ കൂടിയപ്പോ മൂസാ നബിയുടെ മുമ്പിൽ ഒരു കടൽ വരികയാണ്. ആ കടലിലേക്ക് മൂസാ നബി ചാടി കുറച്ചാളുകൾ പുറകോട്ട് നിന്നതുപോലെ അങ്ങ് യാത്ര ചെയ്ത് ഒരു സമുദ്രത്തിന്റെ പരിസരത്തെത്തിയിട്ട് അങ്ങ് ആ സമുദ്രത്തിലേക്ക് ഇറങ്ങിയാൽ അൻസാറുകളായ സ്വഹാബത്ത് മാറില്ല നബിയേ. കാരണം അത്രമാത്രം അങ്ങയെക്കുറിച്ച് ഞങ്ങളെ ഹൃദയാന്തരങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് നബിയെ. അതുപോലെ നമ്മുടെ ഈ സയ്യിദ് അവറുകള് എന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത്, എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് പൂർണ്ണമായ ബോധ്യം നമ്മുടെ ഹൃദയാന്തരങ്ങളിലുണ്ട്. അത് കേട്ടനുഭവിച്ചവരല്ല, കണ്ടനുഭവിച്ചവരാണ്, അനുഭവത്തിലൂടെ പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മജ്ലിസ് ഓരോ ദിവസവും വിജയത്തിലേക്ക് അടുത്തു വരുന്നത്, ഓരോ ദിവസവും ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത്. പടച്ച റബ്ബേ, ഈ മജ്ലിസിൽ ആത്മീയമായ ലക്ഷ്യത്തോടുകൂടെ പങ്കെടുത്ത ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇത് ഞങ്ങൾ